സവർക്കറെ പറ്റിയുള്ള ചോദ്യത്തിന് ഹിന്ദു മഹാസഭയും RSSും തമ്മിൽ എന്ത് ബന്ധം എന്നാണ് ചോദിക്കുന്നത്. സാങ്കേതികമായി രണ്ട് സംഘടനകളാണല്ലോ. അപ്പോൾ ഒരു ബന്ധവും ഇല്ല എന്ന് ഞാനൊന്ന് ശിവപ്രസാദിലേക്ക് പോട്ടെ. ശിവപ്രസാദിലേക്കാണ് ശ്രീ ശിവശങ്കർ. ശിവപ്രസാദ്, അപ്പോൾ എന്താണ് ഇപ്പോൾ എടുക്കുന്ന നിലപാട് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണം കണ്ടല്ലോ. സവർക്കറുമായി ബന്ധപ്പെട്ട് സവർക്കറുടെ പുസ്തകത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനുശേഷം വന്നിരിക്കുന്ന ചില പുസ്തകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. EMSന്റെ ലേഖനത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് മറുപടി? അല്ല സ്മൃതി, നമ്മൾ ഈ ചർച്ച ഇപ്പോൾ 8 മണിക്ക് അവസാനിക്കേണ്ട ചർച്ചയാണ്. ഒരു അരമണിക്കൂർ അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്താൽ അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ MS ഗോൾവാക്കറെ തള്ളിപ്പറയും, അദ്ദേഹം ഹെഡ്ഗേവാറിനെ തള്ളിപ്പറയും, അദ്ദേഹം ഈ രാജ്യത്തെ RSSനെ തന്നെ തള്ളിപ്പറയേണ്ടി വരും. കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേശീയതയെ സംബന്ധിക്കുന്ന വിഷയമാണല്ലോ. ദേശീയതയെ സംബന്ധിക്കുന്ന ഒരു ചർച്ചയ്ക്ക് BJP പ്രതിനിധിക്ക് വന്നിരിക്കേണ്ടി വന്നാൽ അവർക്ക് ഇവരെല്ലാം തള്ളിപ്പറയേണ്ടി വരും. അതൊരു ചരിത്ര സത്യമാണ്. അത് ശിവശങ്കരനെ പഴിച്ചിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന്റെ ഗതികേടാണ്. കാര്യം ഒരു BJP നേതാവിനും ഇന്ത്യയിൽ വർത്തമാനകാലത്തോ ഭാവിയിലോ ഇന്ത്യൻ ദേശീയതയെ പറ്റി പറയുമ്പോൾ RSSനെയോ ഹിന്ദു മഹാസഭയെയോ ഹെഡ്ഗേവാറിനെയോ VD സവർക്കറിനെയോ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദേശീയതയെപ്പറ്റി സംസാരിക്കാൻ കഴിയില്ല. അത് ഇന്ത്യയുടെ ചരിത്രമാണ്. ഇന്ത്യയുടെ ദേശീയതയെ, യഥാർത്ഥ ദേശീയ ബോധത്തെ ഒറ്റുകൊടുത്തവരാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ RSSകാർ എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇവരെല്ലാം തള്ളി പറയേണ്ടി വന്നത്. ഇദ്ദേഹം കുറെ പുസ്തകങ്ങളുടെ പേര് പറയുന്നുണ്ടല്ലോ. ഒരുപാട് പുസ്തകങ്ങളൊന്നും വേണ്ട. അദ്ദേഹം EMSനെയൊക്കെ അനാവശ്യമായി അതിനകത്ത് ഉദ്ധരിക്കുന്നുണ്ട്. EMS അങ്ങനെയൊന്നും പറഞ്ഞാൽ എന്റെ ശ്രദ്ധയിലില്ല. അദ്ദേഹം ഏതൊക്കെ പുസ്തകത്തിന്റെ പേരുകൊണ്ടാണ്. എന്റെ ഒരു പുസ്തകമുണ്ട്, MS ഗോൾവാക്കർ, RSS ആൻഡ് ഇന്ത്യ. MS ഗോൾവാക്കറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി എഴുതിയൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ വളരെ വിശാലമായി ഈ അഖണ്ഡ ഭാരതം, അതാണല്ലോ ഇപ്പോൾ പറഞ്ഞത്, അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പം എന്താവണമെന്ന് വിശദീകരിക്കുന്നുണ്ട്. അഖണ്ഡ ഭാരതമാണ് RSS സ്വപ്നം എന്ന് പറയുമ്പോൾ ആ അഖണ്ഡ ഭാരതത്തിൽ RSS എന്താ വിഭാവനം ചെയ്തത് അത് കൂടി പറയണ്ടേ? BJPയുടെ പ്രതി പറയുമ്പോൾ എല്ലാം പറയണ്ടേ? ഒരു കഷ്ണം മാത്രം പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ സങ്കല്പം, ഇത് മഹത്തരമാണ്, ഇതാണ് ഞങ്ങൾ സ്വപ്നം കണ്ട കിനാശ്ശേരി എന്ന് പറയുമ്പോൾ എന്താണ് ആ സ്വപ്നം എന്ന് വിശദീകരിക്കണ്ടേ? ധൈര്യത്തോടെ ഈ ചാനലിനകത്ത് വന്നിരുന്ന് എന്താ MS ഗോൾവാക്കർ പറഞ്ഞ അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പം? MS ഗോൾവാക്കർ പറഞ്ഞ അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പത്തിൽ മുഴച്ചു നിൽക്കുന്ന വാചകങ്ങൾ ഹിന്ദു ആർ ദ പ്രൈമറി ആൻഡ് ഓൺലി കമ്പോണന്റ് ഓഫ് ഇന്ത്യ എന്ന, ഇന്ത്യയിലെ പ്രധാനപ്പെട്ടതും ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ഏത് ഹിന്ദുക്കൾ? സവർണ ഹിന്ദുക്കൾ. എന്നിട്ടോ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ 1947 കിട്ടിയ സ്വാതന്ത്ര്യമല്ല കേട്ടോ, 47 ഓഗസ്റ്റ് 15 നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യമല്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ ഈ രാജ്യത്ത് ഇവർ വിഭാവനം ചെയ്യുന്ന ഹിന്ദു സവർണ വർഗത്തിന് പരമാധികാരമുള്ള രാജ്യ സംവിധാനം ഉണ്ടാകണം. അങ്ങനെ പരമാധികാരമുള്ള രാജ്യ സംവിധാനം ഉണ്ടായെങ്കിലേ ഈ രാജ്യത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യം വരൂ. എഴുതിയത് MS ഗോൾവാക്കർ ഈ പുസ്തകത്തിലുണ്ട്. ഏത് പുസ്തകമാണ് വേണ്ടത്? ഇന്ത്യ സ്ട്രഗിൾ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. പ്രധാനപ്പെട്ട ഏത് ഭാഗം വായിക്കണ്ടേ? ഏത് പേജ്? ആ വാചകം വായിച്ചുതരാം. ഏത് ഭാഗം? നിങ്ങൾ പറഞ്ഞ പേജില് ഒരു മിനിറ്റ് പേജ് എടുത്തോട്ടെ. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ വാചകങ്ങൾ വായിക്കും. എന്റെ അടുത്ത് ആ പുസ്തകം ഉണ്ടെന്നേ. പേജ് എടുത്തോട്ടെ. ഹിന്ദു സൊസൈറ്റി വാണ്ട്സ് ഗോൾവാക്കർ must not deceive itself by imagining that since Hindus are majority in the country, independent India is not a Hindu Rashtra. കേട്ടോ, വാക്ക് കേട്ടോ. There must empathy. അടുത്ത വാചകമാണ് പ്രധാനപ്പെട്ടത്, ഞാൻ പറയാൻ വിട്ടുപോയതാ. Neither should they be weakened themselves by arguments in favor of non-violence and peaceful coexistence. അതായത് ഈ പറയുന്ന അഹിംസയുടെയും അതോടൊപ്പം തന്നെ ഒരുമിച്ച് ജീവിക്കണമെന്ന സൗഹൃദത്തിന്റെ ആശയത്തിൽ ഹിന്ദു സഹോദരന്മാർ തെറ്റിദ്ധരിച്ചു പോകരുത് പറയുന്നത് MS ഗോൾവാക്കർ. They are merely smoke screens to hide the weakness of Hindu society. Rather, they must emphatically claim that the Hindus represent the very root of this land and they constitute its primary and only component. The very existence of this nation, he adds, is the responsibility of Hindu society. അവസാനത്തെ വാചകം ശ്രദ്ധിച്ചു കേൾക്കണം. For this nation to survive, flourish and have a fearless life, the Hindus must become sovereign in every way. In this lies real independence. പറഞ്ഞത് MS ഗോൾവാക്കർ തള്ളി പറയുന്നുണ്ടോ? ഇനി കുറച്ച് കഴിയുമ്പോൾ MS ഗോൾവാക്കർ തള്ളി പറയുമോ? ഇതിലെവിടെയാണ് സവർണ ഹിന്ദുക്കൾ എന്ന ഭാഗം? അദ്ദേഹം കേട്ടില്ല അതൊന്നും. അദ്ദേഹം പറഞ്ഞ
അല്ല, അങ്ങേര് പറഞ്ഞല്ലോ സവർണ ഹിന്ദുക്കളാണ് ഇന്ത്യയുടെ ഭാഗമെന്നാണ് മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഞാൻ ബാക്കിയുള്ള എല്ലാത്തിനെ കുറിച്ച് തരാം, അതൊന്നും അല്ല പ്രശ്നം. ഇവിടെ അതിനെ കുറിച്ചാണെങ്കിൽ ഞാൻ നിരന്തരം തർക്കാൻ തരാം. ഒരു മിനിറ്റ്, ഹിന്ദുവിലെല്ലാവരും ഉണ്ടോ? സ്മൃതി ഹിന്ദുവിൽ എല്ലാവരും ഉണ്ടോ? അല്ല, ഈ സവർണ ഹിന്ദുക്കൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? RSSന്റെ ഹിന്ദുവിൽ പട്ടികജാതിക്കാരുണ്ടോ? ഒരു സംശയമില്ല. RSSന്റെ ഹിന്ദുവിൽ പട്ടികജാതിക്കാരുണ്ടോ? ഡോക്ടർ ഫസൽ ഗഫൂർ, ഒരു അവസരം. ഡോക്ടർ ഫസൽ ഗഫൂർ ഇല്ലാന്ന് ആരെങ്കിലും പറഞ്ഞോ? ഉണ്ടോ? അല്ലല്ല, ഒരു മിനിറ്റ് ഇത് നടക്കില്ല. തന്റെ ശിവപ്രസാദ് ഈ വക ചോദ്യങ്ങൾ നിങ്ങൾ കുറെ നാൾ ചോദിച്ചതാണ്. ഇതുകൊണ്ടാണല്ലോ നിങ്ങളുടെ കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആദിവാസികളും ദരിദ്രരും ദളിതരും എല്ലാം ഞങ്ങളുടെ കൂടെ എന്നുള്ളത്. നിങ്ങൾ ഈ ചോദ്യങ്ങളെ കുറെ ചോദിച്ചാണ്. നിങ്ങളെക്കാൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ചോദിച്ചതും ഇതിന് ഉത്തരം RSSന്റെ ഹിന്ദുത്വത്തിൽ പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഉറപ്പാണ്, സ്മൃതി നിങ്ങൾ ഒരു മിനിറ്റ് ഫസൽ ഗഫൂർ, എന്നിട്ട് അതിനെ ഏറാൻ മൂളാനായിട്ട് സ്മൃതിയും ആയിക്കോട്ടെ. എന്നെ ഏറാൻ മൂളി അങ്ങ് തുടക്കം മുതൽ എന്തൊക്കെയോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനിടയ്ക്ക് രാഷ്ട്രീയമായി കുത്തിക്കയറ്റല്ലോ സ്മൃതി. വെറുതെ അതിന് നേറാൻ മൂളിയില്ലേ സ്മൃതി? ഒരു പുസ്തകത്തിൽ നിന്നും എടുത്ത് കോട്ട് ചെയ്തപ്പോ ആ കോട്ട് ചെയ്തപ്പോ എന്താ പറഞ്ഞ തെറ്റായ മലയാളം എന്നിട്ട് അതിനെ ഏറമൊളിയില്ലേ? എന്നിട്ട് എന്നോട് പറയണോ ഇതൊന്നും തള്ളി പറഞ്ഞു? ഞാൻ നുണ പറയുമ്പോ അതിനെ ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. ഞാൻ ആ ചോദ്യത്തിന് മറുപടി ചോദിക്കട്ടെ. RSSന്റെ ആദ്യകാലത്തെ നേതാക്കന്മാരില്ലേ, അല്ലല്ല, RSS ആദ്യകാലത്തെ നേതാക്കന്മാരിലെ ബ്രാഹ്മണര്, അതും പ്രത്യേകിച്ച് ചിത്തഭവൻ ബ്രാഹ്മൺ അല്ലാതെ എത്ര പേരുണ്ടായിരുന്നു? പിന്നെ രാജേന്ദ്ര സിംഗ് വന്നപ്പോഴാണ് ആദ്യമായിട്ട് അതിനകത്ത് ഒരു പുറത്തുനിന്നുള്ള രാജ്യത്ത് വരുന്നത്. ആ കാലഘട്ടത്തിൽ RSS എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സവർണരായിരുന്നു. അപ്പൊ ഇൻഡയറക്ട്ലി കറക്റ്റല്ലേ പറഞ്ഞത്? ഇൻഡയറക്ട്ലി പറഞ്ഞത് നമ്മുടെ CPMന്റെ പ്രതിനിധി പറഞ്ഞത് കറക്റ്റാണ്. അന്നത്തെ ഡെഫിനേഷൻ അല്ല, ദ ഡെഫിനേഷൻ ഓഫ് ഞാൻ പറയണ കേട്ടെ. The definition of the Muslim was that the Urdu speaking Muslim and the Bengali speaking Muslim അവരാണ് അതിലുണ്ടായിരുന്നത്. The other Dravida speakers ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതേമാതിരി there was Debate with Smriti Parithikar.